ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ യുവാക്കളെ അവഹേളിച്ചു. ഈ ചോദ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ ചോദിച്ചു കൊണ്ടിരുന്നതാണ്. പാറ്റകളോടൊക്കെ തന്നെ യുവാക്കളെ, ഇന്ത്യയിലെ യുവജനങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ന്യായാധിപൻ ഉപമിച്ചുവോ ചേർത്ത് വെച്ചുവോ? അതേ ചൊല്ലിയാണല്ലോ ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പാറ്റ പാർട്ടി ഉണ്ടായതും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതും രാജ്യദ്രോഹ പരാമർശങ്ങളും രാജ്യദ്രോഹ നടപടികളുമായി കുറേ ആളുകൾ രംഗത്ത് വരുന്നതും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് പിന്തുണ നൽകുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് പാറ്റ പരാമർശം നടത്തിയത് യുവാക്കളെ അല്ല, ഇന്ത്യയിലെ യുവാക്കളെ അല്ല എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത് ശർമ്മയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ വാദത്തിനിടെ നടന്ന പാറ്റ പരാമർശം വ്യാജബിരുദം ഉപയോഗിച്ച് നിയമരംഗത്തേക്ക് കടന്നുകൂടിയവരെ കുറിച്ചാണ് എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് പറയുന്നത്. വ്യാജബിരുദമുണ്ടാക്കി, കള്ളത്തരത്തിലൂടെ നിയമബിരുദമുണ്ടാക്കി, നിയമം പഠിക്കാതെ നിയമമൊഴിയിലേക്ക് കടന്ന ആളുകളെ പരാമർശിച്ചാണ് താൻ അത്തരത്തിൽ ഒരു വാദം നടത്തിയത് എന്നാണ് ജസ്റ്റിസ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. രാജ്യത്തെ യുവാക്കളെ താൻ അധിക്ഷേപിച്ചിട്ടില്ല, അവരോട് തനിക്ക് എന്നും ബഹുമാനമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ശർമ്മ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വ്യാജബിരുദം നേടി അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നുകൂടിയവരെ കുറിച്ചാണ് താൻ പറഞ്ഞത്. വ്യാജ ബിരുദങ്ങളെക്കുറിച്ച് ഈ മേഖല എങ്ങനെ ശുദ്ധീകരിക്കാം എന്നതിനെക്കുറിച്ചുമായിരുന്നു ചർച്ച. ആ ഒരു സാഹചര്യത്തിലാണ് അത്തരം ഒരു പരാമർശം നടത്തിയത് എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നു. യാത്ര ചെയ്യുമ്പോൾ നിരവധി ആളുകൾ എന്നെ കാണാൻ എത്താറുണ്ട്. രാജ്യത്തെ യുവാക്കളിൽ നിന്നാണ് നമ്മൾ ഊർജം ഉൾക്കൊള്ളേണ്ടത് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ തത്വങ്ങളോ രാജ്യത്തെ നിയമങ്ങളോ അനുവദിക്കുന്ന ഏതൊരു പരാതിക്കും പരിഹാരം കാണാൻ സുപ്രീം കോടതിയുടെ വാതിലുകൾ രാജ്യത്തെ ഓരോ പൗരന് മുന്നിലും എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നീതിന്യായ വ്യവസ്ഥയിലൂടെ രാജ്യത്തെ യുവാക്കൾക്ക് പരിഹരിക്കപ്പെടേണ്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന കാര്യവും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. മെയ് 15 നടന്ന വാദത്തിനിടെ തൊഴിൽരഹിതരായ നിയമബിരുദധാരികളെ പാറ്റകളോട് ഉപമിച്ചു എന്ന രീതിയിൽ ഉയർന്ന വിവാദങ്ങളാണ് വാർത്തകളിൽ ഇടം നേടിയത്. അതിന്റെ പിൻപറ്റിയാണ് ഇത്തരത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഈ രാജ്യദ്രോഹ പാർട്ടി അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പാർട്ടി തന്നെ രൂപീകൃതമായത്. അദ്ദേഹം പറഞ്ഞത് എന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കാതെ, എന്താണ് ഏതാണ് എന്നത് ഉൾക്കൊള്ളാതെ, അത് വിശദമായി കേൾക്കാതെ പഠിക്കാതെ ഒരു വലിയ പ്രശ്നത്തിന് ഇറങ്ങിപ്പുറപ്പെടുകയും അതിനെ രാഷ്ട്രീയമായി അതിനെ എടുക്കുകയും അത് രാജ്യത്തിനെതിരെയുള്ള ഒരു കലാപാഹ്വാനമായി മാറ്റുകയും ചെയ്തവർ ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു സമൂഹ മാധ്യമ പാർട്ടി തന്നെ രൂപീകരിച്ചിരിക്കുന്നു. അവർക്കുള്ള മറുപടി ഇന്ത്യയിലെ ജനങ്ങൾ നൽകിക്കൊള്ളും. എന്നാലും ഇവിടെ വ്യാജബിരുദത്തിലൂടെയും മറ്റും നിയമസംഹിതയുടെ ഇടയിലേക്ക് കടന്നു വരികയും കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെയാണ് അദ്ദേഹം പാറ്റകളോട്, കോക്രോച്ചുകളോട് ഉപമിച്ചത്. അതിൻ്റെ വിശദീകരണം ഇത്രയും വൈകിയതെന്ത് എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നീതിപീഠത്തിൻ്റെ ഏറ്റവും ഉയർന്ന ന്യായാധിപനാണ്. അദ്ദേഹത്തിൻ്റെ സൗകര്യവും സമയം നോക്കിയായിരിക്കും അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ പോലും ഇവിടെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ, യാഥാർത്ഥ്യങ്ങളെ അതിൻ്റെ ആ ഒരു സെൻസിൽ എടുക്കാതെയാണ് ഇവിടെ ഈ രാജ്യവിരുദ്ധ സമരങ്ങളും മറ്റു കാര്യങ്ങളും ആഹ്വാനം ചെയ്തത് എന്നതിലേക്കാണ് ഈ ഒരു പ്രസ്താവന അത് വെളിച്ചം വീശുന്നത്. മാത്രമല്ല രാജ്യത്തിൻ്റെ ഒരു നീതി സംവിധാനത്തിനെതിരെ ഉയർന്ന വെല്ലുവിളിയായിട്ട് കൂടി ഇത്തരം സമരങ്ങളെ കാണേണ്ടതുണ്ട് എന്ന കാര്യവും പരോക്ഷമായി തന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ശർമ്മ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.